പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മുന്നിൽ നാണം കെട്ട അമേരിക്കയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധിക്കാൻ മിസൈലുകളില്ലാതെ യുദ്ധം നിർത്തേണ്ടി വന്ന ലോക പോലീസിന്റെ കഥ അതാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അദ്ദേഹത്തോട് പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, ട്രംപ് പറയുന്നു ഇറാന്റെ കയ്യിൽ ഒരു മിസൈലും ഇല്ല എന്ന്. ഇത് പറഞ്ഞപ്പോൾ അറാഖ്ചി പറയുന്നത്, ആരാണ് യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ പിൻവാങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വഹൽ താരിഫു സബബ്, കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചത് എന്നറിയുമോ? ഇറാൻ വീണ്ടും അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു, പക്ഷെ പ്രതികരണങ്ങളൊന്നുമില്ലാതെ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുകയാണ്, ആക്രമണം നിർത്തുകയാണ്. എന്താണ് കാരണം എന്നറിയുമോ? അപ്പോൾ പത്രപ്രവർത്തകൻ പറയുന്നു, അറിയില്ല. ഉടനെ അദ്ദേഹം പറയുന്നു, ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ മിസൈലുകൾ ഇല്ല എന്നാണ് അറാഖ്ചി പറയുന്നത്. യുംകിനു ലി ഇറാൻ അൻ തസ്മുദ ലി ആലാഫി സിനീൻ, ആയിരക്കണക്കിന് വർഷം പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കും, പക്ഷേ 2 മാസം പൂർത്തിയാക്കാൻ അമേരിക്കക്ക് സാധിക്കുകയില്ല. ഫലാ തസ്തതിഉ ദാലിക, അമേരിക്കക്ക് അതിന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ലോകത്തിന് മുന്നിൽ ധീരമായ ഒരു പ്രഖ്യാപനം നടത്താൻ 40 വർഷത്തിലധികം ഉപരോധം കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഇറാന് പറയാൻ കഴിയുന്നു. എന്നാൽ ലോകത്ത് നിന്നെല്ലാം പല രീതിയിലും ബ്ലാക്ക്മെയിൽ ചെയ്തും അല്ലാതെയും നികുതിയുടെ പേരിലും ഒക്കെ സമ്പത്തുണ്ടാക്കിയ, ആയുധ കച്ചവടങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് യുദ്ധങ്ങൾ ഉണ്ടാക്കി സമ്പാദിച്ച അമേരിക്ക ഇങ്ങനെ പറയേണ്ട, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അമേരിക്കക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത്? ഇറാന്റെ നേതൃത്വം അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഇത്രയും കാലം ചെയ്തത്? സാമ്പത്തികമായ പ്രതിസന്ധി വളരെയധികം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്തി അവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനും, അതല്ലെങ്കിൽ മൊസാദ് അവിടെയുള്ള ഏതെങ്കിലും ചില ആളുകൾക്കൊക്കെ വേണ്ട രൂപത്തിൽ ആയുധങ്ങളും മറ്റുമൊക്കെ നൽകി അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനെ എല്ലാം ഇല്ലായ്മ ചെയ്ത് ഈ രൂപത്തിൽ ധീരമായൊരു പ്രഖ്യാപനം നടത്താൻ ഇറാന് സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത മറുപടിയായി നിലനിൽക്കുകയാണ്.